മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതൻ. സുഭാഷിതം. മനുഷ്യരിൽ ഉളവാകുന്ന രണ്ട് വ്യത്യസ്ത ഭയങ്ങളെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് നമ്മെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മറ്റൊന്ന് നമ്മെ ബന്ധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ ഭയമെന്നും അനാരോഗ്യമായ ഭയമെന്നും നമുക്ക് പറയാം. ഒരു ഭയം നമ്മെ ജീവനോടെ നിലനിർത്തുമ്പോൾ മറ്റേ ഭയം നമ്മെ ജീവിക്കുവാൻ അനുവദിക്കുകയില്ല. ആത്മീയ വിജയത്തിൽ ജീവിക്കുവാൻ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ദൈവഭയം ആവശ്യമാണ്. ഈ ഭയം ദൈവം രൂപകൽപ്പന ചെയ്ത ഒരു പ്രതികരണമാകുന്നു. അത് നമ്മെ അപകടത്തെക്കുറിച്ച് അറിയിക്കുന്നു. എന്തോ തെറ്റാണെന്നോ സുരക്ഷിതമില്ലാത്തതാണെന്നോ ദോഷകരമാണെന്നോ ഉള്ള ഒരു തോന്നലാണത്. ഭയത്തിന്റെ ഈ വികാരം പാപമല്ല, അത് സംരക്ഷണാത്മകമാണ്. പ്രതിസന്ധിയിൽ വേഗത്തിൽ പ്രതികരിക്കുന്നതിനാണ് ദൈവം നമ്മുടെ നാഡീവ്യവസ്ഥയിൽ അത് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രതികരിക്കാനോ രക്ഷപ്പെടാനോ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുവാനോ അത് നമ്മെ സഹായിക്കുന്നു. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. വിവേകമുള്ളവൻ ആരാണെന്ന് 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ഈ ദൈവഭയം നമ്മെ നശിപ്പിക്കുവാനല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വം, അധികാരം, വിശുദ്ധി എന്നിവയോടുള്ള വിശുദ്ധമായ ഭയഭക്തിയും ആദരവുമാണ്. ഈ ഭയമുള്ളവരാണ് നിത്യജീവനിലേക്ക് കടക്കുന്നത്. എന്നാൽ മറ്റൊരു ഭയം മനുഷ്യനെ വേട്ടയാടാറുണ്ട്. ഈ ഭയം സത്യത്തെക്കാൾ അധികം നുണകളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത്. എപ്പോഴും മോശകരമായ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് ഹൃദയത്തെ വശീകരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പല കാട് കയറുന്ന ചിന്തകളിലേക്ക് ഇവ കൊണ്ടെത്തിക്കുന്നു. ഭയം ഒരു ആത്മാവാണെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. ഈ ഭയത്തിന്റെ ആത്മാവിനെ നാം അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തനം ആരംഭിക്കും. ഒടുവിൽ ഈ ഭയം നമ്മെ നിയന്ത്രിക്കുവാനിടയായിത്തീരും. പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായി ഈ ആത്മാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 2 തിമത്തിയോസ് 1:7 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, For God has not given us a spirit of fear, but of power and of love and of a sound mind. ഭയത്തിന്റെ ആത്മാവിനെ ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. ഭയത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് വെറും ഒരു വികാരമല്ല. ചില സാഹചര്യങ്ങളിൽ മനുഷ്യന് ഭയമുണ്ടാകും. ഈ ഭയത്തിന്റെ വികാരം താൽക്കാലികമാണ്. അതിനെ പെട്ടെന്ന് തന്നെ നാം അതിജീവിക്കുന്നു. എന്നാൽ ഭയത്താൽ ഒരു വ്യക്തി ഭരിക്കപ്പെടുമ്പോൾ, അത് ഒരുവനെ കീഴ്പ്പെടുത്തുമ്പോൾ, ഭയത്തിന്റെ ആത്മാവാണ് അവനിൽ വസിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, ഭീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ശക്തിയും സ്നേഹവും സുബോധവും പരിശുദ്ധാത്മാവിന്റെ ക്വാളിറ്റീസ് ആണെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യേശുവിൽ വിശ്വസിച്ച് രക്ഷാനിർണയം പ്രാപിച്ച എല്ലാവരിലും പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. 1 കൊരിന്ത്യർ 12:3 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ദൈവം നമുക്ക് തന്നത് പരിശുദ്ധാത്മാവിനെ ആകുന്നു. റോമർ 8:15 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച നാം ദൈവത്തിന്റെ മക്കളാകുന്നു.
നാം മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നമ്മുടെ അവകാശം നേടുന്നതിനു വേണ്ടി നാം ജീവിതയാത്രയിലായിരിക്കുമ്പോൾ നമ്മുടെ വിരുത് തെറ്റിക്കുന്നതിനു വേണ്ടി ഒരുവൻ പ്രവർത്തിക്കുന്നുണ്ട്. ആദിമ മാതാപിതാക്കളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഏദനിലാണ് ഭയം ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുവാൻ ആദമിനെയും ഹവ്വായെയും പ്രലോഭിപ്പിച്ച് അവരുടെ അവകാശം നഷ്ടപ്പെടുത്തിയ അതേ പിശാച് മനുഷ്യരിൽ ഭയമിട്ട് അവരുടെ അവകാശം കൈവശമാക്കാതിരിക്കുവാൻ ഭയവും ഭീരുത്വവും മനുഷ്യരിൽ വിതച്ച് ഉത്കണ്ഠയിലേക്കും നിരാശയിലേക്കും ജീവിത നൈരാശ്യത്തിലേക്കും കൊണ്ടെത്തിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളിൽ ആരെങ്കിലും ഈ ഭീരുത്വത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടോ? ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ടോ? അവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം നമുക്ക് തന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും പുത്രത്വത്തിൻ്റെയും ആത്മാവിനെയാണ്. ഈ ശക്തിയുടെ ആത്മാവിനാൽ സങ്കല്പങ്ങളെയും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയുവാനും ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുവാനും കഴിയുമെന്ന് 2 കൊരിന്ത്യർ 10:5 പൗലോസ് എഴുതിയിരിക്കുന്നു. യാക്കോബ് എഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അതിജീവിക്കുവാൻ നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം. യേശുവിന്റെ നാമത്തിൽ ഭയത്തിന്റെ ആത്മാവിനെ ശാസിക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് ദൈവത്തിന്റെ വചനമാകുന്നു. യേശു കർത്താവ് പറഞ്ഞത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. അവിടുന്ന് വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യോഹന്നാൻ എഴുതിയിരിക്കുന്നു, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ദൈവത്തെ അധികമായി സ്നേഹിക്കുന്നവൻ ഭയപ്പെടുകയില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. സുബോധത്തിന്റെ ആത്മാവ് ആത്മനിയന്ത്രണത്തിൽ നമ്മെ നയിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനാൽ ഭരിക്കപ്പെടുവാൻ നമ്മെ സമർപ്പിക്കുമ്പോൾ ഭീരത്വത്തിൻ്റെ ആത്മാവിന് അവിടെ സ്ഥാനമില്ല. ശക്തിയുടെ ആത്മാവ് ധൈര്യവും അപകടത്തെയും ബുദ്ധിമുട്ടിനെയും നേരിടാനും സഹിക്കാനും ആവശ്യമായ ദൃഢനിശ്ചയവും ഉളവാക്കുന്നു. സ്നേഹത്തിൻ്റെ ആത്മാവ് ദൈവത്തിനും മനുഷ്യവർഗത്തിനും വേണ്ടിയുള്ള ത്യാഗപരമായ സേവനത്തിന് ഇന്ധനം നൽകുന്നു. സുബോധമുള്ള മനസ്സ് ആത്മനിയന്ത്രണം, ജാഗ്രത, സത്യം എന്നിവ വളർത്തിയെടുക്കുവാൻ ഉതകുന്നു. ഇവിടെ മനുഷ്യഭയമോ മരണഭയമോ ഭീരുത്വത്തിന്റെ ആത്മാവിനോ നമ്മെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. ആകയാൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശക്തിയോടും സ്നേഹത്തോടും സുബോധത്തോടും കൂടെ ഭീരുത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് എന്നേക്കുമായി തള്ളിക്കളയാം. ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാം. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ